ഞാൻ ആദ്യം 2020 പ്രിപ്പറേഷൻ തുടങ്ങിയത്. അപ്പഴും KS ബാച്ചിലുണ്ടായിരുന്നു. ഇപ്പൊ 23-ല് ഒരു KS ബാച്ചിലുണ്ട്. പിന്നെ LSGSന്റെ പേപ്പർ 2 ബാച്ചിലും ഉണ്ടായിരുന്നു. പ്രിപ്പറേഷൻ തുടങ്ങിയത് KS മെന്ററിൽ വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ KS മെന്റർ സഹായിച്ചിട്ടുണ്ട്. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് വരുന്നത്. അപ്പം ഇക്കണോമിക്സ്, ജോഗ്രഫി പോലുള്ള ടെക്നിക്കൽ സബ്ജക്ട്സിലും അതുപോലെ തന്നെ പൊളിറ്റിയിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലൊരു സ്ട്രോങ് ബേസ് ഉണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതിനെ സഹായിച്ചത് KS മെന്ററാണ്. തുടക്കക്കാർക്ക് ബേസ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരിതാണ്. പിന്നെ നമ്മള് ഇപ്പോഴത്തെ രീതിക്കനുസരിച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വെബ്സൈറ്റ്സ് ഒക്കെ നമ്മൾ സാധാരണ ഇതൊന്നും നോക്കാറില്ല. അപ്പൊ അതിലോട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും കേസ്മെന്റ് ആണ്. പിന്നെ MEMന്റെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കി തരാനും ഇവർക്ക് ഒരുപാട് സാധിച്ചു. KSന്റെ മെയിൻസിന് വേണ്ടിയിട്ട് മെന്റർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഹൈക്കോർട്ടിന് പരീക്ഷ എഴുതാൻ നേരത്ത് മെയിൻസ് പരീക്ഷ, എഴുത്ത് പരീക്ഷ, ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ എനിക്ക് അത് എഴുതാൻ വേണ്ടിയിട്ട് ഈ KSന്റെ മെന്റർഷിപ്പ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ പേപ്പർ എഴുതി അയച്ചു കൊടുക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് കോൾ ചെയ്യുകയും ഫീഡ്ബാക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. LSGSന്റെ സിലബസ് വന്നപ്പം എല്ലാവരും ഞെട്ടിയത് പേപ്പർ 2 കണ്ടിട്ട് തന്നെയായിരുന്നു. ഞാനും ഞെട്ടി. അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കൂലായിരുന്നു. അപ്പം ഈ പേപ്പർ 2 കണ്ടിട്ടാണ് ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വന്ന സാറും ഫസ്റ്റ് ടൈം ഈ സിലബസ് എല്ലാം കാണുമായിരുന്നു. അപ്പൊ സാറ് നല്ലപോലെ റിസർച്ച് ചെയ്തിട്ടാണ് നമുക്ക് പഠിപ്പിച്ചത്. അപ്പം എന്തെങ്കിലും ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നി ഞങ്ങൾക്ക് ആ പോർഷൻ തന്നെ സാറ് രണ്ടാമതും എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആക്ട്, പഞ്ചായത്ത് രാജ് ആക്ട് ഒക്കെ സാറ് ഒരുപാട് സാറ് തന്നെ പഠിച്ച് നമുക്ക് 2-3 ദിവസമൊക്കെ അതിന്റെ മാത്രം ക്ലാസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടെസ്റ്റ് സീരീസ്, LSGS പേപ്പർ 2ന്റെ ടെസ്റ്റ് സീരീസും വളരെ ഉപകാരപ്പെട്ടുള്ള കാര്യമായിരുന്നു. ടെസ്റ്റ് സീരീസ് എഴുതിയ സമയത്ത് എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു പേപ്പർ 2ന്റെ. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാനൊക്കെ ഇത് സഹായിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം തൊട്ട് ഇതിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ടെസ്റ്റ് സീരീസ് ബാക്കി വരുന്നത് ഇത് കണ്ടിട്ടാവാനാണ് ചാൻസ്. അല്ലാതെ നമ്മളങ്ങനെ മുമ്പ് വേറെങ്കിലും ടെസ്റ്റ് സീരീസ് എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടിട്ടില്ല. ഇപ്പൊ പക്ഷെ ഒരുപാട് കാണുന്നുണ്ട്. തുടങ്ങിയത് KS മെന്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.